ഗോവയിൽ ഞങ്ങളുടെ ആദ്യത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യണത് ഞങ്ങൾ താമസിച്ച റെസ്റ്റോറൻറ്റിലെ ഈ ഒരു കൊച്ചു പൂളിലാണ് കേട്ടോ. ഞങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, പുറത്ത് എവിടെ പോയാലും എവിടെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്താലും ഞങ്ങൾ മാത്രം അടങ്ങുന്ന, ഞങ്ങൾ 6 പേരിൽ ഒതുങ്ങുന്ന സമയങ്ങളാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം, ഈ ഒരു പൂൾ ടൈം ഞങ്ങൾ അടിച്ചു പൊളിച്ചായിരുന്നു. ഈ 4 പേരായിരുന്നു നീന്തൽ വിദഗ്ധന്മാർ. അതിൻ്റെ ഒരു അഹങ്കാരമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പൂൾ ടൈമിന് ശേഷം ഞങ്ങൾ റെഡി ആയി പോകാൻ പോവാണ്. ഇനി നമ്മളുടെ കൂളിംഗ് ഗ്ലാസ് ഡിസ്ട്രിബ്യൂഷനാണ് കേസ്. പൊട്ടൻ്റെ കയ്യിൽ മുഴുവൻ തേങ്ങ കിട്ടിയ ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ കുറേ ഷോ കാണിച്ചിട്ട് ഞങ്ങൾ അവിടെ അടുത്ത് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കുകയാണ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മാത്രം ഫുഡ് ഓർഡർ ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ കേട്ടോ. പുറത്താണെങ്കിലും നല്ല മഴ, ഗോവ കാണാൻ വരാൻ പറ്റിയ സമയമായിരുന്നു ഞങ്ങളുടേത്. ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു, പക്ഷേ കൊള്ളായിരുന്നു കേട്ടോ. അതായത് നമ്മളെക്കാളും വെറൈറ്റി ഒരു ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ മാക്കടിച്ച് വയറങ്ങടെ നിറച്ച് ഞങ്ങൾ പോയത് ഒരു ബീച്ച് ക്യൂ എന്ന് പറഞ്ഞൊരു വലിയൊരു ബീച്ചിലാണ്. ഇവിടെ നമ്മളെ വിട്ട ഒരു ബീച്ചിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറേ കസേരകളുണ്ട് ഗൈസ്. ആ കസേരയിൽ കുറേ മദാമകളുണ്ട്. അതല്ലാതെ നമ്മുടെ ബീച്ചിനെ വിട്ടിട്ട് വേറൊരു പ്രത്യേകതയും അവിടുത്തെ ഒരു ബീച്ചിന് ഞാൻ കണ്ടില്ല. ഗോവയിലെ വേറൊരു പ്രത്യേകത, അവിടെ ഇഷ്ടംപോലെ ഡ്രിങ്ക്സ് കിട്ടും ഗൈസ്. ഞങ്ങൾക്ക് പിന്നെ ആ ഒരു ഏരിയയ്ക്ക് കിടക്കേണ്ട ആവശ്യമില്ലാത്തതിനാൽ ഞങ്ങൾ അവിടെ കടന്നിലേക്ക് ഒന്ന് കാല് നനച്ച് പോന്നു. ഇനി പർച്ചേസിങ്ങിലേക്ക് കടന്നു. കുറച്ച് ചെരുപ്പുകൾ മേടിച്ചു, കുറച്ച് കീച്ചനുകൾ മേടിച്ചു, അങ്ങനെ വാങ്ങിച്ചു. ഗോവ സ്പെഷ്യൽ സ്വീറ്റ്സ് മേടിച്ചു, കോംബോ സെറ്റ് മേടിച്ചു. ഞങ്ങൾ തൃപ്തി അടഞ്ഞു. റൂമിലെത്തി ഞങ്ങൾ ആശ്വാസത്തോടെ കാർട്ടൂൺ കണ്ട് കുറച്ചധികം നേരം കിടന്നു. ഫസ്റ്റ് ഡേ ഇത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ സെക്കൻഡ് ഡേ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു, നാളത്തെ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ.